പോളിംഗിന് ശേഷം വിശ്രമമില്ലാത്ത കണക്കുകൂട്ടലിൽ പ്രധാന മുന്നണികൾ. എറണാകുളം ജില്ലയിൽ 12 സീറ്റ് വരെ കിട്ടുമെന്ന് UDF, 6 സീറ്റ് വരെ കിട്ടുമെന്ന് LDF, വോട്ട് കൂടുമെന്ന് NDA. എറണാകുളം ജില്ലയുടെ രാഷ്ട്രീയ ചരിത്രവും ഭൂമിശാസ്ത്രവും ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നത് UDFന് തന്നെയാണ്. 2021 14 സീറ്റുകളിൽ 9 എണ്ണമാണ് UDF നേടിയത്. മലപ്പുറം കഴിഞ്ഞാൽ UDFന് ഏറ്റവും കൂടുതൽ സീറ്റ് നൽകിയത് എറണാകുളമാണ്. കോൺഗ്രസിനാകട്ടെ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയതും എറണാകുളത്ത് തന്നെ. 8 സീറ്റാണ് കോൺഗ്രസിന് മാത്രം ലഭിച്ചത്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ സീറ്റുകളുടെ എണ്ണം കൂടുമെന്ന് UDF ഉറപ്പിച്ചു കഴിഞ്ഞു. 11 മുതൽ 12 സീറ്റുകളാണ് UDF പ്രതീക്ഷിക്കുന്നത്. കടുത്ത മത്സരം നടക്കുകയും രാഷ്ട്രീയത്തിന് അതീതമായ സാമുദായിക ഘടകങ്ങൾ മേൽക്കൈ നേടുകയും ചെയ്ത കൊച്ചി, വൈപ്പിൻ മണ്ഡലങ്ങളെക്കുറിച്ചാണ് UDFന് ആശങ്കയുള്ളത്. രണ്ടും CPM സിറ്റിംഗ് സീറ്റുകളാണ്. മറ്റൊരു CPM സിറ്റിംഗ് സീറ്റായ കോതമംഗലവും UDF 100% ഉറപ്പിച്ചിട്ടില്ല. എന്നാൽ പ്രചാരണത്തിൽ ആദ്യം അല്പം പിന്നിലായിരുന്നുവെങ്കിലും അവസാന ഘട്ടത്തിൽ മെച്ചപ്പെട്ടതോടെ കളമശ്ശേരി നിയോജകമണ്ഡലം CPMൽ നിന്നും പിടിച്ചെടുക്കുമെന്നാണ് UDFന്റെ വിലയിരുത്തൽ. CPMന്റെ സിറ്റിംഗ് സീറ്റായ കുന്നത്തുനാട് കടുത്ത ത്രികോണ മത്സരത്തിലൂടെ ഇക്കുറി സ്വന്തമാക്കാൻ കഴിയുമെന്നും UDF കരുതുന്നു. അതേസമയം CPMന്റെ വിലയിരുത്തൽ മറ്റൊന്നാണ്. കഴിഞ്ഞ തവണ വിജയിച്ച കളമശ്ശേരി, കൊച്ചി, വൈപ്പിൻ, കുന്നത്തുനാട്, കോതമംഗലം എന്നീ മണ്ഡലങ്ങൾക്ക് പുറമെ UDFൽ നിന്നും തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് CPM കരുതുന്നത്. 2020 കൂടി ഒപ്പമെത്തിയതോടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് NDA കരുതുന്നതെങ്കിലും ഏതെങ്കിലും സീറ്റ് നേടുമെന്ന് അവർ ഉറച്ച് പ്രതീക്ഷിക്കുന്നില്ല. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.